അപ്പൊ പരീക്ഷയുടെ കാര്യത്തിൽ ഒരു റാഹത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഒന്ന് പറയാണ്, അതൊന്ന് മനസ്സിലാക്കി വെക്കണം. മഗ്രിബിന് ശേഷം സാധിക്കുമെങ്കിൽ നമ്മുടെ മക്കൾക്കൊരു ഗഫ്ലത്ത്, മടി, ഓർമ്മക്കുറവ്, പഠനത്തോടൊന്നൊരു റാഹത്തില്ലാത്തൊരവസ്ഥ, അല്ലെ പഠിക്കും പക്ഷെ പരീക്ഷയിൽ മാർക്ക് കിട്ടൂല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. സൂറത്ത് അലം നഷ്റഹ് എല്ലാവർക്കും അറിയില്ലേ? ആ അലം നഷ്റഹ് ഒന്നവരെ മന്ത്രിക്കണം. പക്ഷെ എങ്ങനെ മന്ത്രിക്കണം എന്നറിയോ? എത്ര ആയത്താണ് അലം നഷ്റഹിലുള്ളത്? ഇനിയിപ്പോ മുസാബ് എടുത്ത് നോക്കണല്ലോ. എത്ര ആയത്താണ് അലം നഷ്റഹ് എന്ന സൂറത്തു ശറഹിലുള്ളത്? 8 ആയത്ത്. ആ 8 ആയത്തും അവരെ മന്ത്രിക്കണം. എങ്ങനെ മന്ത്രിക്കണം എന്നറിയോ? ഒന്നാമത്തെ ആയത്ത് ഒരു തവണ, രണ്ടാമത്തെ ആയത്ത് 2 തവണ, മൂന്നാമത്തെ ആയത്ത് 3 തവണ, നാലാമത്തെ ആയത്ത് 4 തവണ, അഞ്ചാമത്തെ ആയത്ത് 5 തവണ, ആറാമത്തേത് 6 തവണ, ഏഴാമത്തേത് 7 തവണ, എട്ടാമത്തെ ആയത്ത് 8 തവണ. അത് ഓതിയിട്ട് അവരുടെ മൂർധാവിലേക്ക് ഊതിക്കൊടുക്കണം. ഇങ്ങനെ മുഅ്മിനെ 3 തവണ മഗ്രിബിന് ശേഷം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ മൂർധാവിലേക്ക് ഊതിക്കൊടുക്കി. ഇനി അവർക്ക് അത് സ്വന്തമായിട്ട് വെള്ളത്തിലൂതി കുടിക്കാൻ കഴിയുമെങ്കിൽ അൽഹംദുലില്ലാ, അവരോടത് ചെയ്യാൻ പറയും. മസ്തിഷ്കം കാര്യങ്ങൾ നന്നായി ക്യാച്ച് ചെയ്യുകയും മനസ്സിലാക്കിയ കാര്യങ്ങൾ നന്നായി എഴുതി പ്രതിഫലിപ്പിക്കാനും ഇതുകൊണ്ട് സാധ്യമാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എങ്ങനെയെന്ന് മനസ്സിലായോ? ആദ്യത്തെ ആയത്ത് ഒരു തവണ, രണ്ടാമത്തെ ആയത്ത് അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ യൻഖള ലഹ്റക അല്ലദീ യൻഖള ലഹ്റക അല്ലദീ യൻഖള ലഹ്റക വറഫഅനാ ലക ദിക്റക വറഫഅനാ ലക ദിക്റക വറഫഅനാ ലക ദിക്റക വറഫഅനാ ലക ذكرك فإن مع العسر يسرا 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 إن 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 مع العسر يسرا فإذا فرغت فانصب 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 وإلى ربك فارغب 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 وإلى ربك فارغب. അല്ലാഹു ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മൾ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ, നമുക്ക് ഇസ്സത്ത് നൽകട്ടെ, രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ, ക്ഷീണങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ. ഈ നന്മകളൊക്കെ ദുനിയാവിലും ആഖിറത്തിലും വലിയ സന്തോഷത്തിനും ഖബൂലിയത്തിനും അല്ലാഹു കാരണമാക്കി തരട്ടെ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എങ്ങനെ ഓതി മന്ത്രിക്കണം എന്ന് മനസ്സിലായോ? അതൊന്നിരിക്കെ കുട്ടിയുടെ മൂർധാവിലേക്ക് മന്ത്രിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കുട്ടിക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഉളൂഓടുകൂടെ വെള്ളത്തിൽ ഈ നിലയിൽ ഊതിയിട്ട് കുടിക്കാൻ പറയാ. അതേ ഫലമാണ് 103 തവണ ആവർത്തിച്ച് സൂറത്തോതി വെള്ളത്തിൽ ഊതിയാലും. 103 ആയത്തുകളാണ്, അക്ഷരങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. 103 അക്ഷരങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. ആ അക്ഷരത്തിനനുസരിച്ച് അത്രയും തവണ ഓതി വെള്ളത്തിലൂതി കുടിച്ചാൽ ഭയങ്കര ഫലാന്ന് ഉലമാ രേഖപ്പെടുത്തിയതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അള്ളാഹു നമുക്ക് മക്കളെ കൊണ്ടൊക്കെ വലിയ റാഹത്ത് നൽകട്ടെ. അള്ളാഹു ഈ മജ്‌ലിസ് ആഖിറത്തിലേക്ക് ഒരു മുതൽക്കൂട്ടാക്കി